എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള വാഹനമാണ്. ഇത് മെഴ്സിഡസ് ബെൻസിന്റെ E350 CDI വേരിയന്റിലുള്ള വാഹനമാണ്. കൂടുതലും നമുക്ക് E250 വേരിയന്റിലുള്ള വാഹനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ ഇത് E350 വേരിയന്റിലാണ് വരുന്നത്. 2016 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർ എന്ന് പറയുമ്പോൾ ഇത് നിലവിലൊരു കമ്പനിയുടെ പേരിലുണ്ടായിരുന്ന വാഹനം അവരുടെ ഇൻഡിവിജ്വലിന്റെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നതാണ്. സിംഗിൾ ഡ്രിവൺ വണ്ടി തന്നെയാണ്. ഇത് ഓടിയിരിക്കുന്ന 67,000 കിലോമീറ്റർ ആണ്. വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ്സോടുകൂടി ഓടിയിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൽ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ വണ്ടിയുടെ ഓൾ അറൗണ്ട് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. അത് ചെയ്തിരിക്കുന്നതും ഷോറൂമിൽ നിന്ന് തന്നെയാണ്. അത് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ പതിവ് പോലെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഓബിയസ്ലി എല്ലാവർക്കും അറിയാം, ഡൽഹിയിലെ വണ്ടികളുടെയൊക്കെ ബമ്പറുകളൊക്കെ റീപെയിന്റഡ് ആയിരിക്കും. ഈ വാഹനത്തിന്റെയും ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അവർ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെൻഡറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഫെൻഡറിലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഡെന്റുകളില്ല, റീപെയിന്റ് ഇല്ല. നമ്മൾ ഓൾറെഡി പെയിന്റ് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ എഡിഷൻ എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ ഫങ്ഷൻസും പ്രോപ്പർലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എല്ലാ ഗ്ലാസുകളും ഒറിജിനൽ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് വന്നിട്ട് അവർ ടച്ച് ചെയ്തിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഈ രണ്ട് ഡോറുകളിലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിന്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. പിന്നെ പ്രീമിയം വണ്ടികളിൽ മിക്കതിലും, ബെൻസിലാണെങ്കിലും BMW-ലാണെങ്കിലും ഓഡിയിലാണെങ്കിലും ചില വേരിയന്റിലുള്ള വാഹനങ്ങളിലൊക്കെ ചിലപ്പം ഡിക്കിയിലോ ബോണറ്റിലോ ഒന്നും ചിലപ്പോൾ പേസ്റ്റിംഗ് കാണാറില്ല. അത് ഫോൾഡിങ് ആയിരിക്കും വരിക. ചില വണ്ടികളിൽ ഡോറുകളിൽ പേസ്റ്റിംഗ് ഉണ്ടാവില്ല, അവിടെ ഫോൾഡിങ് ആയിരിക്കും വരിക. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ ഈ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇവിടെയൊക്കെ ഒരു വുഡൻ വിത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളുടെ കോ ഡ്രൈവർ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. എല്ലാ രീതിയിലും ഇത് വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ഒരു 3 ടൈപ്പിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. ഇതിലൊന്നും സാധാരണ ഇതിലൊക്കെ ചെറിയ ചെറിയ കളർ ഡാമേജുകളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഈ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടെ മെഴ്സിഡീസ് ബെൻസിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. നല്ല ടൈറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ടൈം എടുത്തത് തുറക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വരുവാണെങ്കിൽ ഫുള്ള് ഗ്ലാസ് ടോപ്പാണ് നമുക്ക് വരിക. ഈ ഫ്രണ്ട് വിൻഷീൽഡ് തൊട്ട് ബാക്ക് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഗ്ലാസ് ടോപ്പായിട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ അകത്തുനിന്ന് ഞാൻ ഇന്റീരിയർ കാണിക്കുമ്പോൾ പറയാം, ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡബിൾ ആയിട്ടുള്ള ഒരു സൺറൂഫാണ് വരിക. അപ്പൊ ഇനി നമുക്ക് പുറകിലത്തെ ഡോറിലേക്ക് വരാം. പുറകിലത്തെ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ ഈ ഭാഗങ്ങളിലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളൊന്നും നോക്കാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പം എല്ലാവരോടുമായിട്ട് പറയണം, നമ്മൾ പ്രീമിയം വണ്ടികളും ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമർ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള വണ്ടികളാണ് നമ്മൾ നോക്കിയെടുത്ത് തരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നും പ്രീമിയം വണ്ടികൾ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ടെയിൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. 2 ടെയിൽ ലൈറ്റ് കമ്പനി ഒറിജിനൽ ടെയിൽ ലൈറ്റുകളാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് മെഴ്സിഡസ് ബെൻസിന്റെ ബാഡ്ജിങ് ഇവിടെ ഉണ്ടാവും. മെഴ്സിഡസ് ബെൻസ് എന്നുള്ള ഇതിനകത്ത് ലെറ്റർ എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്ത് മെഴ്സിഡസ് ബെൻസ് എന്നുള്ള ലെറ്റർ ഉണ്ടാവും.
പിന്നെ നമ്മൾ ഈ ഡിക്കിയിലേക്ക് വരുമ്പോൾ തന്നെ ഡിക്കിയിലെങ്ങും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എല്ലാം ഒറിജിനൽ കമ്പനി പെയിന്റ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബൂട്ടൊന്ന് തുറന്ന് കാണാം. ബൂട്ടിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് കമ്പനിയുടെ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. പൊതുവെ മെഴ്സിഡസ് ബെൻസ് പോലുള്ള വാഹനങ്ങൾ കുറച്ചും കൂടെ കട്ടി കൂടിയ പേസ്റ്റിംഗ് ആയിരിക്കും ഉണ്ടാകുക, കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേന്. നമുക്കിവിടെ ഡോർ ക്ലോസ് ഡിക്കി ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കാണാം. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ സ്പെയർ വീല്, അതിൻ്റെ അക്സസറീസ്, മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ താഴ്വശത്തെങ്ങും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആ ഭാഗങ്ങളിലുമൊക്കെ കമ്പനിയുടെ പേസ്റ്റിങ്ങും പഞ്ചിങ്ങും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം. ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഈ ഡോറ് തുറന്നൊന്ന് കാണാം. ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകൾ ഒന്ന് നോക്കാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. താഴെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡോറിലോ ഈ ഫ്രണ്ടിലത്തെ ഡോറിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഫ്രണ്ട് ഡോറ് തുറന്നൊന്ന് കാണാം. ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഈ ഡോറിലും നമുക്ക് നല്ല വൃത്തി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണ ഈ സ്വിച്ചുകളിലൊക്കെ പെയിന്റ് ഇതിന്റെ ഈ ഒരു കറുപ്പ് ഫിനിഷ് പോകാറുണ്ട്. ഇതിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റിന്റെ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. അപ്പൊ ഇനി ഈ ഒരു സെന്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഫ്രണ്ട് വശത്തേക്ക് വരാം. ഈ ഹെഡ് ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ബോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും കാണാനായിട്ടില്ല. ഓൾ ഒറിജിനൽ ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു പേസ്റ്റിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതാണ് വണ്ടിയുടെ അപ്രോണിന്റെ ഭാഗം. അപ്രോണിന്റെ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. V6 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അപ്പം വളരെ ഹെവി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. സ്പീഡിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വാഹനമാണിത്. ഈ അപ്രൗണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയെങ്കിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേന് വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും സ്മൂത്താണ്. വണ്ടി കാല് കൊടുത്താൽ പറന്നു നിൽക്കും എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. അതുപോലെയാണ് ഈ വാഹനം. നമ്മളൊന്ന് നല്ല ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും സ്പീഡിൽ വണ്ടി പോകും. അത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഞാനിതിൻ്റെ ഇത്ര അടുത്ത് നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇത് എന്നുള്ളത്. ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയും മനോഹരമായിട്ട് ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. സെൻട്രൽ കൺസോളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല. ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. താഴ്വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. സീറ്റുകളാണെങ്കിലും കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് വന്നിരിക്കുന്നത്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. സ്റ്റിയറിംഗ് വീലിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറക് വശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ടോപ്പിൽ നമുക്കിതാ 2 സൺറൂഫ്, അതായത് പനോറമിക് സൺറൂഫ് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സൺറൂഫ് വന്നിട്ടുള്ളത്. ഗ്ലാസ് ടോപ്പാണ് ഇതിന് വരുന്നത്. ഇനി നമ്മൾ പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇതിന് ഉൾവശമല്ല ഒരു ബീജ് കളറിൽ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് വരുന്നത്. പിന്നെ നമുക്ക് റിയർ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഓൾമോസ്റ്റ് 90-95% ഉള്ള കോണ്ടിനെൻ്റലിൻ്റെ 4 ടയറുകളാണ് ഈ വാഹനത്തിൽ.
വന്നിട്ടുള്ളത്. സ്റ്റെപ്പിനിയുടെ ഭാഗം ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2016 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 67,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി ഓടിയിരിക്കുന്ന ഗ്ലാസുകളെല്ലാം ഒറിജിനലാണ്. അപ്പോൾ ഈ വാഹനത്തിൽ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഈ റൈറ്റ് സൈഡ് ഡോറാണ്. അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാർക്കിങ്ങിൽ ഇവർ ഇടുന്നതിന്റെ സൈഡിൽ ഇവിടെ ഒരു തൂണുണ്ട്. അത് തുറന്ന സമയത്ത് ഇത് നല്ല ശക്തിക്ക് അത് അടിച്ചിട്ട് ഇതിന്റെ അലൈൻമെന്റിൽ വ്യത്യാസം വന്നു എന്നുള്ളതാണ് ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ അവർ ഈ ഡോറ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയിൽ നിന്ന് തന്നെ മാറിയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ എല്ലാ റെക്കോർഡ്സും അവൈലബിൾ ആണ്. അതിന്റെ ക്വാളിറ്റി അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൂടാതെ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണ്. നമ്മളെ ഒരുപാട് പേര് ഡീലർമാർ നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ആ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുവാണ്, ദൈവത്തെ ഓർത്ത് എന്നെ വിളിക്കണ്ട. എനിക്ക് ആ കച്ചവടക്കാർക്ക് വണ്ടി എടുത്ത് തരാനായിട്ടുള്ള റേറ്റിലുള്ള വണ്ടികൾ എൻ്റെ വരുന്നില്ല. അപ്പോൾ കാരണം ഞാൻ എല്ലാം ഡയറക്റ്റ് കസ്റ്റമേഴ്സാണ്. എൻ്റെ നിന്ന് വണ്ടി വാങ്ങിക്കുന്നവരെല്ലാം അവരുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്നവരാണ്. അവർക്കുള്ള വണ്ടികളെ എൻ്റെ കയ്യിലുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഞാനൊരു 21 ലക്ഷം 22 ലക്ഷം രൂപ ചോദിക്കുന്ന ഫോർച്യൂണറിന് വന്നിട്ട് നിങ്ങൾ പറയുന്ന റേറ്റ് എന്ന് പറയാൻ 15 ലക്ഷം രൂപയ്ക്ക് തരാമോ, 16 ലക്ഷം രൂപയ്ക്ക് അത് തരാമോ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ എന്നെ വന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് വന്ന് ചീത്ത പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്നോട് വന്ന് ഈ ചോദിക്കുന്ന ആൾക്കാരുടെ കാറ്റലോഗ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ അവർ വിൽക്കാനിട്ടിരിക്കുന്ന വണ്ടിക്ക് 28 ലക്ഷം രൂപയും 38 ലക്ഷം രൂപയൊക്കെയാണ് വണ്ടിക്ക് വില ഇട്ടിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്നത് 15-ന് തരാമോ എന്നാണ്. ഞാൻ അങ്ങനത്തെ കച്ചവടം ചെയ്യുന്ന ആളല്ല. ഞാനൊരു വണ്ടി പർച്ചേസ് ചെയ്ത് മറിച്ച് വിൽക്കുന്ന ആളല്ല. എൻ്റെ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ച് അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു വാഹനത്തിൻ്റെ റിക്വയർമെൻറ്റ് തരുമ്പോൾ ആ റിക്വയർമെൻറ്റ് വെച്ച് വാഹനങ്ങൾ നോക്കിയെടുത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നും വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഞാൻ നേരിട്ട് വണ്ടി എടുത്ത് തരുവാണ് ചെയ്യുന്നത്, ചെറിയൊരു കമ്മീഷൻ വ്യവസ്ഥയോടെ. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 15,75,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻസ് ഉണ്ടാകുന്നതാണ്. നമ്മളെ വിളിക്കുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് 2019 4x4 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ 1 ലക്ഷത്തിൽ താഴെ കിലോമീറ്റർ ഓടിയ വണ്ടിക്കൊക്കെ അവർ പറയുന്ന വില 15 ലക്ഷം രൂപ, 17 ലക്ഷം രൂപ, 18 ലക്ഷം രൂപയൊക്കെയാണ് അവർ പറയുന്ന വില. അപ്പൊ അത് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണോ അതോ അവർക്കൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ കാറ്റലോഗും നിങ്ങളുടെ പരസ്യങ്ങളും ഒക്കെ ഞാനും നോക്കുന്നതാണ്. നിങ്ങൾ മിനിമം ഒരു 19 മോഡൽ വണ്ടി വിൽക്കാനിട്ടിരിക്കുന്ന റേറ്റ് 38 ലക്ഷം ടു 36 ടു 38 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ വിൽക്കാനിട്ടേക്കും. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ഒരു വണ്ടിയിൽ 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെയാണോ? അങ്ങനെയുള്ള ആളുകൾക്ക് വണ്ടി എടുത്തു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്നെ വിളിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വന്തം പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് അതായത് കേരള റേറ്റുമായിട്ട് നിങ്ങൾ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഡിഫറൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ എന്ന് തോന്നുന്ന രീതിയിൽ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം നേരിട്ട് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത് ടൊയോട്ടയുടെ വണ്ടികളാകട്ടെ, പ്രീമിയം വണ്ടികളാകട്ടെ, ചെറിയ വാഹനങ്ങളാകട്ടെ, ഏത് വാഹനങ്ങളാണെങ്കിലും നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മളൊരു ചെറിയ കമ്മീഷൻ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. ആ വാഹനം നാട്ടിലെത്തിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നിടം വരെ ഡൽഹിയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരാനുണ്ടോ അതെല്ലാം നമ്മൾ 100% ഉത്തരവാദിത്വത്തോടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെപ്പറ്റി അവരോട് പറയുക. നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും പേജുകൾ ഫോളോ ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.